ഇതിൽ പ്രധാനമായിട്ടും PC ജോർജിൽ നിന്ന് കണ്ടെത്താനുള്ളത്, അതായത് ഒരു സാധാരണ ഒരു പൊതുപ്രവർത്തകരിൽ നിന്നും വരുന്ന വാക്കുകളല്ല, ക്ഷമിക്കണം, ഒരു സാധാരണക്കാരിൽ നിന്നും വരുന്ന വാക്കുകളല്ല ഒരു പൊതുപ്രവർത്തകൻ പറയുമ്പോൾ ഉണ്ടാകുന്നത് എന്നതായിരുന്നു ഇപ്പോൾ APP ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. അതിന് PC ജോർജിന്റെ ലാപ്പ് ഉൾപ്പെടെ പരിശോധിക്കേണ്ടതുണ്ട്. പക്ഷേ അതിന് മുന്നേ തന്നെ കോടതിയിൽ PC ജോർജിന്റെ ലാപ്പ് കോടതിയിൽ കൊണ്ടുവന്ന് ഹാജരാക്കിയിരുന്നു. അതിനാൽ തന്നെ അധിക സമയം ഇനി നൽകേണ്ടതില്ലല്ലോ എന്ന കാര്യമാണ് കോടതി ഉന്നയിച്ചത്. അതുകൊണ്ട് തന്നെ വൈകിട്ട് 6 മണി വരെ കസ്റ്റഡിയിൽ പോലീസിന് കൈമാറുന്നു. അതിനുശേഷം 6 മണിക്ക് ശേഷം ബെയിൽ അപ്ലിക്കേഷൻ കാര്യവും കോടതി വ്യക്തമാക്കുകയുണ്ടായി. അതായത് ഈ കേസിൽ പോലീസ് 2 ദിവസം കസ്റ്റഡി തന്നെയാണ്, ആ നിലപാടിൽ തന്നെയാണ് ഉറച്ചു നിന്നത്. തീർച്ചയായും. അതായത് പോലീസ് ആവശ്യപ്പെട്ടതായിട്ട് PC ജോർജുമായിട്ട് ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് തെളിവെടുക്കേണ്ടതുണ്ട്. അതിൽ പ്രധാനമായിട്ടും PC ജോർജ് ഈ ചർച്ചയിൽ പരാമർശിച്ച കാര്യങ്ങൾ, ആ കാര്യങ്ങളുടെ രേഖകൾ, അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പോലീസിന്റെ കയ്യിലുണ്ട്. പക്ഷേ അതിന്റെ തെളിവുകൾ പോലീസിന് ശേഖരിക്കേണ്ടതുണ്ട്. അത് തെളിവെന്ന് പറയുന്നത് അദ്ദേഹം സൂം മുഖേനയാണ് ആ ചർച്ചയിൽ പങ്കെടുത്തത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ലാപ്ടോപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കസ്റ്റഡിയിലെടുത്ത് അതിന്റെ ആ സമയത്തെ കാര്യങ്ങൾ അതെന്തൊക്കെയാണ് വിശദമായി പോലീസിന് ആ തെളിവായിട്ട് ശേഖരിക്കേണ്ടതുണ്ട്. ഈ കാര്യങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും 2 ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെട്ടത്. പക്ഷേ കോടതിയിൽ ഈ ലാപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രതിഭാഗം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് ആ സംഭവങ്ങളിൽ നിന്ന് കൃത്യമായ രീതിയിൽ കാണിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വൈകിട്ട് 6 മണിവരെ PC ജോർജിനെ കസ്റ്റഡിയിൽ കൊടുത്തിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രോസിക്യൂഷൻ ഉന്നയിച്ചത് എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരൻ പറയുന്ന പോലെയല്ല ഒരു പൊതുപ്രവർത്തകൻ സമൂഹത്തിന് മുമ്പിൽ പറയുമ്പോൾ ഉണ്ടാകുന്നത്. അതിന്റെ തീവ്രത വലുതായിരിക്കും. ആ തീവ്രത വലുതായതിനാൽ തന്നെ ഇത് മുമ്പും ഇത്തരത്തിൽ ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഈ കൃത്യവിലോപം ഉണ്ടായിട്ടുണ്ട്. പലതവണ ഹൈക്കോടതി പോലും മുൻകൂർ ജാമ്യം നിഷേധിക്കുമ്പോൾ പറഞ്ഞ കാര്യവും ഇതൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് വിശദമായ രീതിയിൽ ഈ കാര്യങ്ങൾ, ഇതിന്റെ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കണം എന്ന കാര്യം തന്നെയാണ് പോലീസ് ആവശ്യപ്പെട്ടത്. പക്ഷേ അപ്പോഴും പോലീസിന്റെ ഭാഗത്തുണ്ടായ അപാകത എന്ന് പറയുന്നത് അതിൽ കൃത്യമായ രീതിയിൽ ഒരു കസ്റ്റഡി അപേക്ഷ പോലീസിന് തയ്യാറാക്കാൻ കഴിഞ്ഞില്ല എന്നതാണ്. ആ കസ്റ്റഡി അപേക്ഷയിൽ അറ്റസ്റ്റേഷൻ ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രോപ്പറായ ഒരു കസ്റ്റഡി അപേക്ഷ പോലീസ് കൈമാറുക, അത് ഉടൻ കാര്യം കോടതി വ്യക്തമാക്കി. വൈകിട്ട് 6 വരെ പോലീസിന്റെ കസ്റ്റഡിയിൽ PC ജോർജിനെ നൽകുകയും ചെയ്തു. കോടതി ഇന്ന് തന്നെ ജാമ്യാപേക്ഷ പരിഗണിക്കാമെന്നാണോ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ അത് ആശ്വാസം നൽകുന്ന കാര്യം. തീർച്ചയായിട്ടും PC ജോർജിന് ഒരു ആശ്വാസകരമായ ഒരു കാര്യം എന്ന് തന്നെ വേണം നമ്മൾ പറയാൻ. അതായത് വൈകിട്ട് 6 മണിവരെ പോലീസ് കസ്റ്റഡിയിൽ വിടുന്ന PC ജോർജിനെ 6 മണിക്ക് ശേഷം PC ജോർജിന്റെ ഈ ജാമ്യാപേക്ഷയിൽ താൻ പരിഗണിക്കാം എന്ന കാര്യം കോടതി വ്യക്തമാക്കുകയുണ്ടായി. അപ്പോൾ 6 മണിക്ക് ശേഷം ഒരുപക്ഷെ ജാമ്യമാണോ അതോ റിമാൻഡാണോ എന്നത് സംബന്ധിച്ച് കൃത്യമായ രീതിയിൽ അറിയാൻ സാധിക്കും. നിലവിൽ ഇപ്പോൾ 6 മണിവരെ പോലീസിന്റെ കസ്റ്റഡിയിൽ വിടുകയാണ്. പക്ഷേ പ്രോപ്പറായ ഒരു കസ്റ്റഡി അപേക്ഷ നൽകിയാൽ മാത്രമേ ഇവിടെ നിന്ന് PC ജോർജിനെ പോലീസിനെ കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. അതായത് ഇനിയും പോലീസിന് കസ്റ്റഡി അനുവദിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു കസ്റ്റഡി അപേക്ഷ കോടതിയിൽ നൽകേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ PC ജോർജിനെ പോലീസിന്റെ കസ്റ്റഡിയിൽ വിടുകയുള്ളൂ. അതിനുശേഷം പോലീസിന് തെളിവെടുപ്പ് ആദ്യഘട്ടത്തിൽ PC ജോർജിനെ സംബന്ധിച്ച് ആദ്യഘട്ടത്തിൽ ഒരു ആശ്വാസം ഈ മണിക്കൂറുടെ കാര്യത്തിൽ കിട്ടുന്നു. അവിടെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന ഡിജിറ്റൽ ഡേറ്റാസ് കണ്ടെടുക്കുക. അതിലൊരു ഈ ഇത്രയും സമയത്തിനുള്ളിൽ പോലീസുമായിട്ട് സഹകരിക്കുമെന്തായാലും പ്രതിഭാഗം പറഞ്ഞിരിക്കണം. അപ്പോൾ അങ്ങനെ ഇനിയുള്ള ഈ മണിക്കൂറുകൾ പോലീസിനോട് വിവരങ്ങൾ തേടുക. അത് തൃപ്തികരമല്ല എങ്കിൽ വീണ്ടും പോലീസിന് ആവശ്യപ്പെടാമല്ലോ. ഇനിയും സെർച്ച് ഉൾപ്പെടെ നടത്തി കൃത്യമായ ഡേറ്റാസ് പരിശോധിക്കണം. അപ്പോൾ കസ്റ്റഡിയിൽ തുടരേണ്ടതിന്റെ ആവശ്യകത അതൊക്കെ പോലീസിന് ആവശ്യപ്പെടാം.